ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ പങ്കജിനെ കൈയോടുകൂടി കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അരവിന്ദൻ. അപ്പൊ നമ്മുടെ രഞ്ജിതയാണെങ്കിലോ, പങ്കജ് മോനെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീയും പൂജയും തമ്മിലുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മമ്മി, പൂജ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, എന്താ മമ്മി ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്നും പറഞ്ഞ് പങ്കജ് ഇങ്ങനെ മമ്മിയോട് ചോദിക്കുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുകയാണ്, മോനെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളത്. പൂജയും നീയും തമ്മിലുള്ള വിവാഹം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നുള്ള കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ പങ്കജാണെങ്കിൽ അയ്യടാന്നായി പോയിട്ടോ. ഒരിക്കലും രഞ്ജിതയുടെ വായിൽ നിന്നും പൂജയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് വരുമെന്ന് പങ്കജ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അരവിന്ദൻ പറയുന്നുണ്ട്, മോനെ, നിന്റെ അമ്മാവൻ എന്ന് പറയുന്നവൻ അതിനും വലിയൊരു കെണിയാണ് നിനക്ക് വെച്ച് തന്നിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും പൂജ നമ്മുടെ വീട്ടിലേക്ക് വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളൊന്ന് തെളിച്ചു പറയാൻ വേണ്ടി പങ്കജ് പറയുകയാണ്. അപ്പൊ ഉടനെ തന്നെ രഞ്ജിത പറയുന്നുണ്ട്, രോഹിത്തേട്ടൻ പൂജയുടെ പേരിൽ ഒരു വിൽപ്പത്രം എഴുതിയിട്ടുണ്ടെന്നും 5 കോടി രൂപ അത് അവൾക്ക് 25 വയസ്സാകുന്ന സമയത്ത് അവളുടെ കൈവശം വന്ന് ചേരും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും പങ്കജ് വാപൊളിക്കുകയാണ്. ഈശ്വര, ഇത്രയും വലിയ എമൗണ്ടോ? അല്ല മമ്മി, അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വിൽപ്പത്രമോ? ആ വിൽപ്പത്രം എടുത്ത് വള്ളയെ കളയാം, അത് തന്നെ, അത് മാത്രമേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട്, ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ലടാ, ഞാൻ കാര്യമായിട്ടാ ചോദിച്ചത്, അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് രഞ്ജിത. ഉടനെ തന്നെ പങ്കജ് പറയുന്നുണ്ട്, മമ്മി, അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പം അവൾ വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇനി ഞാൻ അവളെ എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. അത് ദിവ്യപ്രേമമൊന്നും അല്ല മമ്മി, അവളെ എനിക്ക് ഇവിടെ ഇട്ട് എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കണം, ഇതാണ് എന്റെ ഉദ്ദേശം എന്നുള്ള കാര്യമൊക്കെ പങ്കജ് മമ്മിയോട് വ്യക്തമാക്കുകയാണ്. രഞ്ജിതയ്ക്ക് സ്വന്തം സഹോദരന്റെ മകള് കണ്ണീര് കുടിച്ചാലൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ, അവൾക്ക് ആ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടരുത്, അത് മാത്രമാണ് രഞ്ജിതയുടെയും ചിന്ത. അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സിദ്ധുവിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് പുള്ളിക്കാരന്റെ സഹായിയായിട്ടുള്ള സത്യൻ. അപ്പൊ അങ്ങേര് വരുന്ന സമയത്താണെങ്കിലോ ശീതളും നമ്മുടെ പൂജയും സുമിത്രയും സരസ്വതി അമ്മയൊക്കെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. സിദ്ധുവിന് സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് കയറ്റിയ സമയമാണ്. അപ്പൊ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇങ്ങേര് ഓടിക്കതച്ച് വരുന്നത്. വരുന്ന പാടെ തന്നെ ശീതളിനോട് ചോദിക്കുന്നുണ്ട്, മോളെ, സിദ്ധാർത്ഥ് സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പം ശീതൾ പറയുന്നുണ്ട്, അച്ഛന്റെ കാര്യം ഇച്ചിരി പ്രശ്നത്തിലാണെങ്കിൽ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്, ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം ശീതൾ അയാളോട് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാനാണ് സിദ്ധാർത്ഥ് സാറിന്റെ ഫ്രണ്ടും അതുപോലെ അയാളുടെ ഒരു അസിസ്റ്റന്റും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാനെന്നും എന്റെ പേര് സത്യൻ എന്നുമാണ് എന്നുള്ള കാര്യമൊക്കെ ശീതളിനോട് പറയുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പം ആരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം ശീതളിനോട് സത്യം ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ അവള് പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവിന്റെ ആ ഒരു കയ്യബദ്ധം കൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ ഒരു അവസ്ഥയിലായതെന്നുള്ള കാര്യം. അപ്പൊ ഉടനെ തന്നെ ഈ മാഡത്തിനെ എനിക്ക് കണ്ടു പരിചയമുണ്ടല്ലോ എന്നും പറഞ്ഞ് സുമിത്രയുടെ നേരെ പുള്ളിക്കാരൻ ഇങ്ങനെ വിരല് ചൂണ്ടുക. അപ്പൊ സുമിത്രയാണെങ്കിലോ, നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ, നിങ്ങൾ ആരാന്ന് ചോദിക്കുക, നിങ്ങളുടെ അടുത്തല്ലേ ശീതൾ കഴിഞ്ഞ ദിവസം വന്നത്, സിദ്ധാർത്ഥ് സാറിന് വിവരങ്ങൾ കൈമാറിയത് ഞാനാണ്, അങ്ങനെയാണ് ഞങ്ങൾ മാഡത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നത്. പക്ഷേ സിദ്ധാർത്ഥ് സാറ് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ സച്ചിൻ ശീതളിനെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നും ഞാൻ അവരെ ചേസ് ചെയ്ത് ഞാനും സാറും കൂടെയാണ് ശീതളിന്റെ വീട്ടിലെത്തിയതെന്നും അങ്ങനെ വന്നതുകൊണ്ടാണ് സാറിന് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ എണ്ണി പറയാണ്. അപ്പൊ പറയുന്ന സമയത്താണെങ്കിലോ സുമിത്രയാണെങ്കിൽ അങ്ങനെയാണല്ലേ സംഭവങ്ങൾ നടന്നത്, എന്തായാലും ഇപ്പൊ അദ്ദേഹത്തെ ഒരു ഓപ്പറേഷന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്, നിങ്ങൾ വന്നത് എന്തായാലും നന്നായി എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ ഉടനെ തന്നെ സുമിത്ര പറയുന്നുണ്ട്, ഇത് സിദ്ധാർത്ഥിന്റെ അമ്മയാണെന്നും പറഞ്ഞ് സരസ്വതി അമ്മയെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ നമസ്കാരമൊക്കെ കാണിക്കുന്നു. ഉടനെ തന്നെ, അല്ല, നിങ്ങൾ ആരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ശീതൾ പറയുന്നുണ്ട്, ഇത് എന്റെ അമ്മയാണ്, അതായത് സിദ്ധാർത്ഥ് സാറിന്റെ മുൻഭാര്യയാണല്ലേ എന്നുള്ള കാര്യമൊക്കെ സംസാരിച്ച് പുള്ളിക്കാരനാണെങ്കിൽ ഡോക്ടറെ കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് അനന്യയെയും അനിരുദ്ധിനെയും സ്വരമോളയും ഒക്കെയാണ്. അനന്യക്ക് തലകറക്കം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് സ്വരമോള്
വിളിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടാണല്ലോ അനിരുദ്ധ് വീട്ടിലേക്ക് വന്നത്. അപ്പം അനി വന്ന പാടെ തന്നെ അനന്യയാണെങ്കിൽ ഇതാ സെറ്റിയിൽ കൂളായിട്ടിരിക്കുകയാണ്. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, അനന്യ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുഞ്ഞു പറഞ്ഞത് നിനക്ക് തലകറക്കം ഉണ്ടായെന്നൊക്കെ ആണല്ലോ, വാ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാന്നും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് വിളിക്കുകയാണ്. പക്ഷെ അനന്യയാണെങ്കിലോ, സാരയില്ല നീ, എനിക്ക് ചെറുതായിട്ട് BP ഷോർട്ടായതാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി എന്നൊക്കെ ഇവള് പറയുക കേട്ടോ. ഉടനെ സ്വരമോള് പറയാണ്, അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിക്കുക. അച്ഛന്റെ അടുത്ത് പോയില്ല മോളെ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞത് കാരണം ഞാൻ ഓടി ഇങ്ങോട്ട് വരിക ചെയ്തത്. എനിക്ക് എന്റെ അച്ഛനെ ഇപ്പൊ കാണണമെന്നും പറഞ്ഞ് സ്വരമോള് തിടുക്കം കൂട്ടുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട്, മോളെ അടുത്ത ദിവസം അച്ഛന്റെ അടുത്ത് അച്ഛൻ കൊണ്ടുപോവാം, അപ്പൊ മോള് വിഷമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് അനിരുദ്ധ് മേളിലേക്ക് കയറി പോകുന്ന സമയം അനന്യയാണെങ്കിലോ, മോള് വിഷമിക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് ഇപ്പോഴും ചെറിയ വയ്യായികയൊക്കെ ഉണ്ട്, അച്ഛന് വിഷമായാലോ എന്ന് വിചാരിച്ചാണ് അമ്മ കാര്യങ്ങളൊന്നും പറയാതിരുന്നേന്നും പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിച്ചിട്ട് മോളുടെ അച്ഛന്റെ അടുത്ത് അമ്മ മോളെ എത്തിക്കാം, അമ്മയും മോളും അച്ഛനും കൂടി അച്ഛനെ കാണാൻ പോകട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് വാക്ക് കൊടുക്കുകയാണ് അനന്യ. അപ്പൊ കുഞ്ഞു സ്വരമോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആ ഒരു സീൻ കഴിയുമ്പോഴത്തേക്കിനും ആണെങ്കിലോ നമ്മുടെ സിധു ഇങ്ങനെയൊക്കെ കിടക്കുകയാണ്. അപ്പൊ സിധുവിന്റെ സർജറി വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ ഇങ്ങനെ വന്ന് പറയുകയാണ്. പറയുമ്പോഴത്തേക്കിനും സത്യനാണ് ഈ സന്തോഷ വാർത്ത വന്ന് സുമിത്രയോടും സരസ്വതി അമ്മയോടും ഒക്കെ പറയുന്നത്. എന്തായാലും നിങ്ങൾ ആരും പേടിക്കുമൊന്നും വേണ്ട, സാറിന് ഇനിയിപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സാർ ഓക്കെ ആയി തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പം ഇനി ഞാനാണെങ്കിൽ ഹോട്ടലിൽ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, ഇനി സാറിന് എന്താ ചെയ്യുക? സാറ് ഏതെങ്കിലും ഒരു ഹോം സെറ്റപ്പിൽ ജീവിച്ചാലല്ലേ ഇനിയിപ്പോ ശരിയാവുള്ളൂ. സർജറി കഴിഞ്ഞുകൊണ്ട് പ്രത്യേക ശ്രദ്ധയൊക്കെ വേണമല്ലോ. ശീതളിനോട് ചോദിക്കുക, ശീതളുടെ വീട്ടിലേക്ക് സാറിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ശീതളാണെങ്കിൽ നിന്ന് പൊട്ടം കളിക്കുന്നു. അപ്പം ശീതളിന്റെ മുഖഭാവം ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഇവിടെ താൻ എന്ത് മനുഷ്യനാടോ എന്ന് ചോദിച്ച് സരസ്വതി അമ്മയാണെങ്കിൽ പുള്ളിക്കാരനെ പൊരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും വകതിരിവോ ബോധം ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ആ ഒരു ചോദ്യം ശീതളിനോട് ചോദിക്കുവോ? ഇവളുടെ ഭർത്താവ് സച്ചിനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ പുള്ളിക്കാരനാണെങ്കിലോ, ശീതളെ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, നീ സാറിന്റെ മോളൊക്കെ ആയിരിക്കും, പക്ഷെ എന്റെ സാറിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഉണ്ടല്ലോ, നിന്റെ ഭർത്താവിനെ ഞാൻ കൊന്നേനെ എന്നുള്ള കാര്യമൊക്കെ ഇയാൾ അവിടെ നിന്ന് വെല്ലുവിളിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സച്ചിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഓർക്കേ വേണ്ട. ഉടനെ തന്നെ നമ്മുടെ സരസ്വതി അമ്മ ഒരു ഡയലോഗ് അടിക്കുക, അതെ സിധു എന്റെ മകനാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ താമസിക്കും, എന്റെ ഒപ്പം തന്നെ എന്റെ മോൻ ഉണ്ടാകും, അല്ലേ സുമിത്രേ? അതല്ലേ അതിന്റെ ശരിയെന്ന് പറയാണ്. ഉടനെ സുമിത്രയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ നമ്മുടെ പൂജ പറയാണ്, എന്തായാലും സിധു അങ്കിളിന് ബോധം വന്നല്ലോ, അങ്കിളൊന്ന് ഓക്കെ ആയി സംസാരിച്ചു തുടങ്ങട്ടെ, ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ അവള് പറയുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ രഞ്ജിതയും അരവിന്ദനും പങ്കജും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പം രഞ്ജിതയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. 4 മാസത്തെ കാലയളവിനുള്ളിൽ ചെറുക്കന്റെയും പെണ്ണിന്റെ കല്യാണം നടത്തണ്ടേ. അപ്പൊ പങ്കജിന് വലിയ വാഗ്ദാനമൊക്കെ കൊടുക്കുകയാണ്, മോനെ 4 മാസത്തിനുള്ളില് നിന്റെയും പൂജയുടെയും വിവാഹം ഈ മമ്മിയും ഡാഡിയും കൂടി വളരെ ഗംഭീരമായി തന്നെ നടത്തും, അതിനുശേഷം വേണം എനിക്കൊന്ന് നന്നായിട്ടൊന്ന് ഭരിക്കാൻ എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുമ്പോ പങ്കജ് പറയുന്നുണ്ട്, മമ്മി അതൊക്കെ ഞാൻ വിചാരിച്ച സാധിക്കാവുന്ന കാര്യമുള്ളൂ, മമ്മി എനിക്ക് 4 മാസത്തെ സമയമൊന്നും തരണ്ട, എനിക്ക് വെറും 2 മാസത്തെ സമയം മാത്രം മതി. പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അപ്പു ആണ് ഒരു വിഷയം. പിന്നെ അതുപോലെ തന്നെ സുമിത്ര ആന്റിക്ക് അപ്പുവിനോടൊരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ട്, പൂജയ്ക്കും അതുപോലെ ഉണ്ട്. പിന്നെ അവള് അപ്പുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് നമുക്കൊന്ന് ഒതുക്കി തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുമ്പം രഞ്ജിത പറയാണ്, അതെ നീ പൂജയെ കയ്യിലെടുക്കുന്നതോടൊപ്പം തന്നെ സുമിത്രയെ കൂടി കയ്യിലെടുക്കണം, സുമിത്രയ്ക്ക് നീ ഒരു മകനായി തന്നെ തോന്നണം എന്നുള്ള കാര്യമൊക്കെ അപ്പൊ കുബുദ്ധിയാണ് ഉപദേശിച്ചു കൊടുക്കുകയാണ് പുള്ളിക്കാരി. ഉടനെ അരവിന്ദൻ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് വേണ്ടത്, സുമിത്രയെ കൂടി നീ കയ്യിലെടുത്ത് കഴിഞ്ഞാല് സുമിത്ര വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറം പൂജ എന്തായാലും സഞ്ചരിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഇവൻ ഇങ്ങനെ പറയുകയാണ്. ഉടനെ തന്നെ മമ്മിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തിയെടുത്തിരിക്കും, 2 മാസത്തിനുള്ളിൽ പൂജയെ ഞാൻ കറക്കിയെടുക്കും എന്നുള്ള കാര്യമൊക്കെ പങ്കജ് വലിയ വീറിനങ്ങ് തട്ടിവിടുകയാണ്. എന്തായാലും 2 മാസം കഴിയുമ്പോൾ അറിയാം എന്താ അവസ്ഥയെന്നുള്ളത്. അപ്പം ആ കാര്യമൊക്കെ കഴിയുമ്പോഴോ ആശുപത്രിയിൽ ഇനിയിപ്പോ സിധുവിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റിൽ ചെയ്യണമല്ലോ, അതിന്റെ കാര്യമൊക്കെ സംസാരിച്ച് സരസ്വതി അമ്മ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പം സുമിത്രയാണെങ്കിൽ കുറച്ചധികം സമയമായിട്ട് ഒരേ ഇരിപ്പിരിക്കുകയാണ്. അപ്പൊ സുമിത്രക്ക് എന്തൊക്കെയോ ക്ഷീണവും വല്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണവും കഴിച്ചില്ല, ബ്ലഡും ഒക്കെ കൊടുത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ അവശതയിൽ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഇവൾക്ക് ഇത് എന്താ പറ്റി, ഇവൾ എന്താ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ പൂജയാണെങ്കിൽ ഒരു പോട്ടില് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ചു കേട്ടോ. തട്ടി വിളിച്ചിട്ടും സുമിത്ര അനങ്ങുന്നില്ല. അപ്പൊ അങ്ങനെ അനങ്ങാതെ വന്നപ്പം മക്കൾക്കും സരസ്വതി അമ്മയ്ക്കും ഒക്കെ ടെൻഷനായി. സരസ്വതി അമ്മ ചാടി എഴുന്നേറ്റ്, സുമിത്ര എടി മോളെ നിനക്ക് എന്താടി പറ്റിയെന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ നമ്മുടെ പൂജ നല്ലതുപോലെ ഒന്ന് കുലുക്കി വിളിച്ചപ്പോ സുമിത്ര പതിയെ മയക്കത്തിന്ന് എഴുന്നേറ്റു. സുമിത്രയോട് ചോദിക്കുകയാണ്, അമ്മ ദാ വെള്ളം കുടിക്ക്, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോളെ അമ്മയ്ക്ക് ഭയങ്കര തലകറക്കം, ഭക്ഷണം കഴിക്കാത്ത കൊണ്ടൊക്കെ ആയിരിക്കും. ഇവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തേലും ഭക്ഷണം കഴിക്കാനായിട്ട്. സുമിത്ര ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്, വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യമൊക്കെ സരസ്വതി അമ്മ പറയാ. അപ്പൊ സുമിത്രയും പറയുന്നുണ്ട്, ശരിയാണ്, അത് തന്നെയാണ് ശരി. ഇപ്പൊ ഇനിയിപ്പൊ ആശുപത്രിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എന്തായാലും സിദ്ധു ഇപ്പം അപകടനിലയൊക്കെ തരണം ചെയ്തു, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞ് സുമിത്രയും കൂട്ടി പൂജ അവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്ത് മിക്കവാറും അനിരുദ്ധും അനന്യയും ഒക്കെ ആശുപത്രിയിൽ എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കിടത്തിയിരിക്കുന്ന സിദ്ധുവിനെ കാണിക്കുകയാണ്. അപ്പൊ ഡോക്ടർ വന്ന് സിദ്ധുവിന്റെ കണ്ണൊക്കെ തുറന്ന് പരിശോധിക്കുമ്പോഴത്തേക്കിനും സിദ്ധു ആണെങ്കിൽ നോർമൽ ആയ ഒരു അവസ്ഥയിൽ തന്നെയാ. പക്ഷെ സിദ്ധുവിന് അറിയില്ലല്ലോ തന്റെ സ്വന്തക്കാരും തന്റെ എല്ലാമായിട്ടുള്ള സുമിത്രയും അമ്മയും എല്ലാം തന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം അതൊക്കെ എന്തായാലും നാളത്തെ എപ്പിസോഡിലായിരിക്കും. പ്രമോ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും സായന്തനത്തിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. താങ്ക്